ഐ സീരിയസ്ലി ഫീൽ ക്രഷ് ടുവേർഡ്സ് മീഡിയ ജാങ്കോ സ്പേസ് ആങ്കർ. എന്നെ പറ്റി തന്നെയാണല്ലോ ഇത് പറയുന്നത്. ഓക്കെ, ജാങ്കോ സ്പേസിന് ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, സ്നേഹ റജിക്കുണ്ട്. എന്തുകൊണ്ട് ആ രണ്ട് അക്കൗണ്ടിലേക്കും മെസ്സേജ് അയച്ചില്ല ആദ്യമേ? സ്നേഹ റജി എന്നൊരു ഐഡന്റിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. ആ ഐഡന്റിറ്റിയിൽ 1% ഒരു വ്യത്യാസം ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് തരത്തിലുള്ള ഒരു ക്രഷാണ് ചേട്ടനുള്ളത്? പ്രണയം ലീഡിംഗ് ടു മാരേജ്. ഒരൊറ്റ ഇന്റർവ്യൂ കണ്ടതുകൊണ്ട് എന്റെ പേര് പോലും അറിയില്ല. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ കണ്ടത് മാത്രം ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. നമ്മുടെ ഷാറുഖ് ഖാൻ, ഗൗരി ഖാൻ, ലേഞ്ച് അങ്ങനെയല്ല. ഇല്ല, സീരിയസ് ആയിട്ടുണ്ടായിരുന്നു നിത്യവിനോട് മാത്രമേ. അപ്പൊ ഇപ്പൊ എന്നോട് തോന്നുന്നത് സീരിയസ് ആണെന്ന് കുറച്ച് മുമ്പ് ചേട്ടൻ പറഞ്ഞിരുന്നു. സീരിയസ് ആണ്. അപ്പൊ നിത്യമേനോനെ വിട്ടോ? അന്നേ വിട്ടല്ലോ, അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ വിട്ടു. ഇത്രയും നേരം ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. ചേട്ടൻ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചില്ല തനിക്ക് താല്പര്യം ഉണ്ടോ. ഉത്തരം നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ അത് പെയിൻഫുൾ ആയിരിക്കും. നിങ്ങളെ ഇഷ്ടമാണ്. അമിത്ഷാക്കൾ പറഞ്ഞു, പറയാത്ത കാര്യം പറഞ്ഞു. ഇപ്പം പണ്ടേ കോഴിയാണ്, അതില്ലാത്ത കാര്യമാണ്. പല പെൺകുട്ടികളെ എന്നെ കാണുമ്പോൾ കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇമേജ് വളരെ മോശമായി. കാരണം എനിക്കിപ്പോൾ ഒരു മാരേജ് ഇറക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. എന്നെ കാണാനുള്ള കേസ് കൊടുക്കണേ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അല്ലെ, നിങ്ങൾ ഏത് രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾക്ക് ഒരാളെ ഇഷ്ടമാണ് പറഞ്ഞാൽ അത്രല്ലേ പറഞ്ഞുള്ളൂ, അതിന്റെ ബിയോണ്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അതിലെ കുറച്ചും പറഞ്ഞത്. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സന്തോഷ് വർക്കിയാണ്. സന്തോഷ് ഏട്ടാ, സ്വാഗതം. അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ഓക്കെ, ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ഇത് വിളിച്ചു വരുത്തി ഒരു അപമാനമോ കാര്യങ്ങളോ ഒന്നും അല്ല. ഓൾറെഡി ഞാനിങ്ങനെ ഓൺലൈനിൽ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻസ് നേരിട്ട് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഒരു പോസ്റ്റിൽ നിന്ന് തുടങ്ങാം. അത് സന്തോഷ് ചേട്ടൻ്റെ FBയിൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു ദിവസം മുമ്പ് വന്നൊരു പോസ്റ്റാണ്. ഞാനതൊന്ന് വായിക്കട്ടെ. I seriously feel crush towards media Django Space anchor girl who interviewed Alinjos Pereira recently. ആ ഷോ ചെയ്തത് ഞാനാണ്. എന്നെപ്പറ്റി തന്നെയാണല്ലോ ഇത് പറയുന്നത്. ഓക്കെ, ഷീ ഈസ് ഇൻ്റലിജൻറ്റ് ആസ് വെൽ ആസ് ബ്യൂട്ടിഫുൾ. I tried to get her phone number but didn't get. If that girl is interested in me, that girl can contact me. From engineer, philosopher, writer, researcher, reviewer, actor, anchor, etc. R. സന്തോഷ്. ഇത് ചേട്ടൻ്റെ പോസ്റ്റാണല്ലോ. ഇത് എന്നെപ്പറ്റി തന്നെയല്ലേ ഇത്? ഓക്കെ, അതൊന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നെ പറ്റി തന്നെയാണ്. ഓക്കെ, ആ ഇന്റർവ്യൂവിൽ ഞാൻ പറയുന്നുണ്ടല്ലോ സ്നേഹാന്ന്. ഇന്റർവ്യൂ പിന്നെ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഞാൻ നമ്പർ കിട്ടാൻ കുറെ ശ്രമിച്ചു, കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പോസ്റ്റ് ഇട്ടത്. ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ ഐ സീരിയസ്ലി ഫീൽ ക്രഷ് എന്ന് പറയുന്നു. ചേട്ടൻ എന്താണ് ഈ ക്രഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം നമ്മളൊരു ക്രഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് പ്രണയമാവാം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള താല്പര്യമാവാം. ഇപ്പം എനിക്കൊരു സെലിബ്രിറ്റിയോട് ക്രഷ് തോന്നും. ഇപ്പോൾ ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, എല്ലാവരോടും എനിക്ക് ക്രഷുണ്ട്. അതൊരു ആരാധനയോ അല്ലെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു ക്രഷാണ് ചേട്ടനുള്ളത്? പ്രണയം ലീഡിംഗ് ടു മാരേജ് അങ്ങനെ തോന്നാൻ കാരണം ആ ഒരു ഒറ്റ ഇന്റർവ്യൂ കണ്ടത് കൊണ്ടാണോ? വളരെ ബോൾഡായി തോന്നി, വളരെ സ്മാർട്ട്, ഇന്റലിജന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഇപ്പം ഞാൻ ആരാണെന്ന് ചേട്ടൻ അറിയില്ല. ആ ഒരു ഇന്റർവ്യൂ മാത്രമാണ് ചേട്ടൻ കണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു താല്പര്യമോ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം മാത്രമാണ്, ഞാൻ വിശ്വസിക്കുന്നത് നമുക്കൊരാളോട് ഇഷ്ടം തോന്നുവാണെങ്കിൽ ആ വ്യക്തിയാണ് ആദ്യം അറിയേണ്ടത്. ഇപ്പം ചേട്ടനൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുവാണെങ്കിൽ ആ പെൺകുട്ടിയാണ് ആദ്യം അറിയേണ്ടത്. പക്ഷെ അതിനു മുമ്പ് അതൊരു ഞാൻ പറഞ്ഞോട്ടെ, പബ്ലിക്കലി റിവീൽ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഒട്ടും ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മോശം കാര്യമാണോ? ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മോശം കാര്യമല്ല. പക്ഷെ ആ പെൺകുട്ടി താല്പര്യമുണ്ടോ ഇല്ലയോ എന്നറിയാതെ പബ്ലിക്കലി ഇത് കൊണ്ട് ഇടുന്നത് എത്രത്തോളം ശരിയാണ്? ഞാൻ ഒരുപാട് ഇതിൽ ശ്രമിച്ചു നോക്കി, പലരോടും വിളിച്ചു ചോദിച്ചു, നമ്പർ കിട്ടിയില്ല. ഒന്ന് വൃത്തിയിലാവുന്നപ്പോൾ ഞാൻ എഴുതിയതാ. അപ്പോൾ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു, കാരണം എൻ്റെ നമ്പർ കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചേട്ടൻ ഒരു പബ്ലിക്കലി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. മോശമായിട്ടൊന്നും പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് ശരിയാണെന്നാണോ ചേട്ടൻ വിശ്വസിക്കുന്നത്? എനിക്ക് വേറെ നിവൃത്തിയില്ല. കാരണം പല ആൾക്കാർ ചോദിച്ചു, നമ്പർ കിട്ടിയില്ല, പേരും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ടത്. ഓക്കെ, ഞാൻ FB യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ FB യൂസ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഒഫീഷ്യലി സ്നേഹ റജി എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. ഞാൻ മറ്റേ ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് സ്വയം പറയുന്ന ഒരാളെ എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയില്ല, അല്ലെങ്കിൽ
ആ ഇന്റർവ്യൂവിന് തുടക്കം തന്നെ ഞാൻ പറയുന്നുണ്ട്, ഹായ് വെൽക്കം ടു മൈ ഷോ, ഐ ആം സ്നേഹ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അത് നോക്കിയില്ല, പേര് ശ്രദ്ധിച്ചില്ല? കാരണം ആ ഇന്റർവ്യൂ ഫുൾ എന്നിട്ട് നോക്കണ്ടേ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആ കുട്ടി പേര് പറയുന്നുണ്ടോ എന്ന്. അല്ല അത് ഞാൻ ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. എനിക്ക് അത് ഇൻ്റർവ്യൂ മുഴുവൻ കണ്ടില്ല, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസേ കണ്ടുള്ളൂ, സ്കിപ്പ് ചെയ്താൽ കണ്ട. പക്ഷെ പലരോടും ഞാൻ ചോദിച്ചു, പേര് ചോദിച്ചു, എല്ലാം നമ്പറിൽ ചോദിച്ചു, പക്ഷേ അതൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഒരു നിവൃത്തില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അത് നിങ്ങളെ ഹേർട്ട് ആയെങ്കിൽ ഞാൻ സോറി പറയണം. ഏയ് അതൊന്നുമല്ല ഇവിടെ വിഷയം. ഇവിടെ ജാങ്കോ സ്പേസ് എന്ന ചാനൽ വളരെ കുറെ നാൾ കൂടെ ഇവിടെ ഉള്ളൊരു ചാനലാണ്. ഇവിടുത്തെ ക്യാമറാന്മാർ അല്ലെങ്കിൽ ആങ്കേഴ്സ് ഒക്കെ പബ്ലിക്കലി ഉള്ള ആളുകളാണ്. ഇവിടുത്തെ ക്യാമറാന്മാരെ ഓഫ് കോഴ്സ് ചേട്ടൻ അറിയാമായിരിക്കും, കാരണം തിയേറ്ററുകളിൽ ഒരുപാട് പ്രാവശ്യം കണ്ടൊരു വ്യക്തിയാണ് ഇവിടുത്തെ ഒരു ക്യാമറാമാൻ. പേര് പോലും അറിയില്ല. അപ്പൊ ചോദിക്കാൻ എനിക്ക് ഈ പുള്ളി മനുവിനെ അറിയാം, ഇപ്പൊ പേര് മനുവിനെ അറിയാം, നേരത്തെ പേരറിയില്ലായിരുന്നു. ആരുടെയും പേരൊന്നും കിട്ടും, പേരാണെങ്കിൽ എല്ലാവരുടെയും പേരും അഡ്രസ്സെല്ലാം ഇടും. ഞാൻ ആരുടെയും നമ്പറും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഞാൻ ഒരുപാട് ഇതിൽ ശ്രമിച്ചു. പെരേരോട് ആദ്യം ചോദിച്ചതാണ്, അപ്പോൾ പുള്ളി ഒഴിഞ്ഞു മാറി. വേറെ പലരോടും ചോദിച്ചപ്പോൾ പേര് പോലും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് വന്നത്. ജാങ്കോ സ്പേസിന് ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, സ്നേഹ റിജിക്കുണ്ട്. എന്തുകൊണ്ട് ആ രണ്ട് അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചില്ല ആദ്യമേ? ഒന്ന് ചോദിക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ സ്നേഹയുടെ നമ്പർ കിട്ടുമോ എന്ന് ജാങ്കോ സ്പേസിലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ. ഇങ്ങനെ ഞാൻ എഴുതിയത് നിങ്ങൾക്ക് വല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ടോ? എന്തെങ്കിലും രീതിയിൽ ഹേർട്ട് ആവുമോ, എന്തെങ്കിലും ഇമേജ് പ്രോബ്ലം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ബിക്കോസ് ഒന്ന് ആലോചിച്ച് നോക്കൂ, കാരണം സ്നേഹ റിജി എന്നൊരു ഐഡന്റിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. ആ ഐഡന്റിറ്റിയിൽ 1% ഒരു വ്യത്യാസം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്നെ ഒരു ഇന്നലെ മുതൽ കാണുന്ന ആളുകൾ എങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ 1% അവിടെ ഒരു വ്യത്യാസം വന്നു കാണും. സ്നേഹ റിജി എന്നുള്ളൊരു ഐഡന്റിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ടാകും. കാരണം സന്തോഷ് വർക്കി പ്രപ്പോസ് ചെയ്ത പെൺകുട്ടിയാണ് ആ പോകുന്നതെന്ന് ഇനി എന്നെ കാണുമ്പോൾ ആളുകൾ സംസാരിക്കും. അപ്പോൾ എൻ്റെ ഐഡന്റിറ്റിയിൽ അങ്ങനെ ഒരു വ്യത്യാസം വരുത്തിയത് ശരിയാണെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം? സന്തോഷ് വർക്കി അത്ര മോശക്കാരനാണോ? മോശക്കാരനാണെന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഐഡന്റിറ്റിയിൽ ഒരാൾ ഇഷ്ടപ്പെടുന്നത് മോശമല്ല, പക്ഷെ അത് ഞാൻ അറിയുന്നതിന് മുമ്പേ പബ്ലിക്കലി ഇങ്ങനെ റിവീൽ ചെയ്തു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്റെ ഐഡന്റിറ്റിയിൽ ചേഞ്ച് കൊണ്ടുവരുന്നത് ശരിയാണോ തെറ്റാണോ സന്തോഷ് വർക്കി? ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. ഏതെങ്കിലും രീതിയിൽ എഫക്റ്റഡ് ആണെങ്കിൽ സോറി പറയണം. ഞാൻ അതല്ലല്ലോ ചോദിക്കുന്നത്, ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്, നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്. ഞാൻ അത്രയും ചിന്തിച്ചില്ല, എൻ്റെ മിസ്റ്റേക്കാണ്. ഒരൊറ്റ ഇന്റർവ്യൂ കണ്ടത് കൊണ്ട് എൻ്റെ പേര് പോലും അറിയില്ല. അപ്പോൾ ആ ഒരു ഇന്റർവ്യൂ കണ്ടത് മാത്രം ഒരാളോടൊരു പ്രണയം തോന്നുക എന്നത് എത്രത്തോളം, എന്താ പറയുക, അത് എത്രത്തോളം ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് നമ്മുടെ ഷാറുഖ് ഖാൻ ഗൗരി ഖാൻ ലേഞ്ച് അങ്ങനെയല്ല, അങ്ങനെ എത്രയോ പ്രണയം നടന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. എനിക്ക് നിങ്ങളുടെ ആ ചോദ്യം ചോദിച്ചപ്പോൾ മനസ്സിലായി, നിങ്ങൾ ഇൻ്റലിജൻ്റ് ആണ്, സ്മാർട്ടാണ്, ബ്യൂട്ടിഫുൾ ആണ്, ബോൾഡാണ്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇപ്പൊ എത്രാമത്തെ പെൺകുട്ടിയോടാണ് തോന്നുന്നത്? കാരണം ചേട്ടൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികളോട് എല്ലാം വൺ സൈഡഡ് ആയിരുന്നു. ഓക്കെ, വൺ സൈഡഡ് ആയിരുന്നു. ചേട്ടൻ ഇതിനു മുമ്പും ഒരു പ്രമുഖ നടിയോട് പോയി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, ആളെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയോടെ കേട്ടിട്ടുണ്ട്. നിത്യമേനൻ. ഓക്കെ, ആള്. അപ്പോൾ അതിനുശേഷവും പിന്നീട് ഒരുപാട് പേരുകൾ ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റായിട്ട് സ്നേഹ റിജിയിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അവരുടെ അനുവാദമില്ലാതാണ് ചേട്ടൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തിനാണത് ചെയ്യുന്നത്? കാരണം ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ എന്ത് കാര്യം കൊണ്ടാണ് ഇതിങ്ങനെ ആ പെൺകുട്ടിയുടെ ഇഷ്ടമോ താല്പര്യമോ ഒന്നും അറിയുന്നതിന് മുമ്പ് തന്നെ ഇതിങ്ങനെ പബ്ലിക്കലി റിവീൽ ചെയ്തത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ? ഇല്ല, സീരിയസ് ആയിട്ടുണ്ടായിരുന്നു നിത്യമേനോട് മാത്രമേ. സീരിയസ് ആയിട്ടുള്ള പ്രണയം നിത്യമേനോട് മാത്രമായിരുന്നു. മറ്റേതെല്ലാം മീഡിയ ഉണ്ടാക്കുകയും പല ഇതിൽ വന്നാണ്. അപ്പൊ ഇപ്പൊ എന്നോട് തോന്നുന്നത് സീരിയസ് ആണെന്ന് കുറച്ച് മുമ്പ് ചേട്ടൻ പറഞ്ഞിരുന്നു. നിത്യമേനോൻ കഴിഞ്ഞാൽ പിന്നെ സീരിയസ് ആയിട്ട് തോന്നിയത് സ്നേഹ റിജിയോടാണ്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വ്യക്തിത്വം ഇഷ്ടപ്പെട്ടു, പേഴ്സണാലിറ്റി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. അപ്പൊ നിത്യമേനോനെ വിട്ടോ? അന്നേ വിട്ടല്ലോ. അത് അവരോട് എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അപ്പഴേ വിട്ടല്ലോ. അപ്പൊ എന്തുകൊണ്ട് അത്ര സീരിയസ് ആയിട്ട് ഒരാളെ സ്നേഹിച്ചിട്ട് എന്തിനാണ് പെട്ടെന്ന് വിട്ട് കളഞ്ഞത്? പുള്ളിക്കാർക്ക് താല്പര്യമില്ല. പക്ഷേ എന്തോ അറൗണ്ട് 5 to 6 years പുറകെ നടന്ന അവർ അവസാനമാണ് പറഞ്ഞത്. പിന്നെ അത് ക്ലോസ് ചാപ്റ്റർ ആയതാണ്, മീഡിയയാണ് വീണ്ടും കൊണ്ടുവന്നത്. പിന്നെ അവരോട് വന്ന് സംസാരിച്ചപ്പോൾ കുറച്ചുകൂടെ മനസ്സിലായത് അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ വിട്ടു. എന്റെ എല്ലാ പെണ്ണുങ്ങളും വൺ സൈഡഡ് ആയി. ഇപ്പൊ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, ഇപ്പൊ എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ അതേപോലെ നിത്യമേനോനെ ഇഷ്ടപ്പെട്ടു. അവരുടെ എന്തൊക്കെ ക്വാളിറ്റി കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത്? അവരുടെ വ്യക്തിത്വം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് വ്യക്തിത്വം? സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ട് അവർക്ക്, അതാണ് ഇഷ്ടപ്പെട്ടത്.
അതെങ്ങനെ അവർ പിന്നീട് പ്രസ് കോൺഫറൻസിൽ നടന്നപ്പോഴാണ് എന്നെ കൊണ്ട് പറഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചതായിട്ടുള്ള ആളല്ല. അതോടെയാണ് മനസ്സിലും പോയത്. അപ്പൊ എന്ത് വ്യക്തിത്വമാണെന്നാണ് വിചാരിച്ചിരുന്നത്? കാരണം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരാളായിരിക്കില്ലല്ലോ റിയൽ ഞാൻ വിചാരിച്ചു അവർ ഇന്റർവ്യൂസ് മിക്കവരും അഭിനയിക്കുകയാണ് ഇന്റർവ്യൂസിൽ, പക്ഷെ അവർ കുറച്ച് ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഡിപ്ലോമാറ്റിക് ആയി തോന്നിയില്ല, ഫ്രാങ്ക് ആണ് വിചാരിച്ചു. ഞാൻ എന്റെ ജഡ്ജ്മെന്റ് തെറ്റിപ്പോയി. എവിടെയാണ് ജഡ്ജ്മെന്റ് തെറ്റി തുടങ്ങിയത്? അത് ഇവിടെ വന്ന് എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ ആൾക്ക് ആളുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ പറയാനുള്ള? അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ പുള്ളിക്കാരത്തി നേരിട്ട് അറിയുന്ന കാര്യമല്ല, ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ്. പറഞ്ഞ മിക്കലും സത്യമല്ല, അവർ കള്ളം പറഞ്ഞതല്ല, അവർ ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണ്. ശരിയായ ഇൻഫോർമേഷൻ പുള്ളിക്കാരത്തി കിട്ടിയിട്ടില്ല. ചുറ്റുമുള്ളവർ പറഞ്ഞ കാര്യങ്ങളാണ്, പക്ഷെ എനിക്ക് പുള്ളിക്കാരത്തി ഞാൻ നേരിട്ടാകെ 3 തവണ നേരിട്ട് സംസാരിച്ചിട്ടുള്ളൂ. നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, ലൊക്കേഷനിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. അല്ലാത്തപ്പോൾ ഒന്നും അവർ വിളിച്ച് കഴിഞ്ഞാൽ അവർ ആരുടെയും നമ്പർ എടുക്കാറില്ല, എല്ലാ നമ്പറും ബ്ലോക്ക് ചെയ്യുക അങ്ങനെയൊക്കെയാണ്. പക്ഷെ എൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് കൂടിപ്പോയി. ഞാൻ സോറി പറയാം, എൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് കൂടിപ്പോയി. എൻ്റെ ഭാഗത്തിന് വളരെ സിൻസിയറുള്ള പോയാൽ അവർ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ നിർത്തിയതാണ്. അത് എൻ്റെ ഫാദർ മരിച്ചുപോയി, അങ്ങനെ ഞാൻ മാറിയതാണ്. അത് കഴിഞ്ഞ് ഈ ബിഹൈൻഡ് വാച്ചിൽ രജനീഷാണ് വീണ്ടും കൊണ്ടുവന്നത്. അതൊരു ക്ലോസ് ചാപ്റ്ററായി. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇമേജ് വളരെ മോശമായി. കാരണം എനിക്കിപ്പോൾ ഒരു മാരേജ് നടക്കാൻ പോകുന്ന ബുദ്ധിമുട്ടാണ്. ആ രീതിയിലാണ് എന്നെ കാണാനുള്ള കേസ് കൊടുക്കണേന്നുള്ളതാണ് എനിക്ക് തോന്നി. പക്ഷെ എൻ്റെ ഭാഗത്തിനാണ് കുറച്ച് കൂടിപ്പോയി. കാരണം ലവ് ഇസ് ബ്ലൈൻഡ്. ഞാൻ സമയത്ത് ഞാൻ ഫിലോസഫി അങ്ങനെ ഇൻ്റലക്ച്വലായ കാര്യം പറയുമെങ്കിലും പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഐ യൂസ്ഡ് ഓൺലി മൈ ഹാർട്ട്. അതിൻ്റെ പ്രശ്നമാണ്. എൻ്റെ ഭാഗത്തും കൂടിപ്പോയി, അതേ സമ്മതിക്കണം. നിത്യമേനു ശേഷം ഇപ്പൊ സീരിയസ് ആയിട്ട് ഇഷ്ടം തോന്നുന്നത് എന്നോടാണ്. അപ്പൊ നിത്യമേനിൽ എന്തൊക്കെ ക്വാളിറ്റി കണ്ടു എന്ന് ഇപ്പൊ പറഞ്ഞു. എന്നിൽ എന്തൊക്കെ ക്വാളിറ്റിയാണ് കണ്ടത് ഇഷ്ടപ്പെടാൻ മാത്രം? യു ആർ സ്മാർട്ട്, ഇന്റലിജന്റ്, പിന്നെ ബ്യൂട്ടിഫുൾ, പിന്നെന്താണ് ബോൾഡ് ആണ്. ഇതെല്ലാം ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാൻ ഇന്റലിജന്റ് ആണ്, സ്മാർട്ട് ആണ്, ബോൾഡ് ആണെന്ന് ചേട്ടനോട് ആരാണ്? ചോദ്യം ചോദിക്കുമ്പോൾ അറിയില്ലേ? എനിക്കൊരു കോമൺ സെൻസ്, ഫിഫ്ത് സെൻസ് വെച്ചാൽ ഞാൻ പറഞ്ഞു. ചോദ്യം ചോദിച്ചാൽ അറിയാം. സാധാരണ ഒരു മീഡിയക്കാർ ചോദിക്കണമല്ല ചോദിക്കണം. പക്ഷേ ഞാനൊരു കാര്യം പറട്ടെ, സോഷ്യൽ മീഡിയ നമ്മൾക്ക് റിയൽ അല്ല. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഈ ഒരു ഹോട്ട് സീറ്റിൽ ഇരുന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രിപ്പയർ ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ആ ഒരു ചോദ്യങ്ങൾ വെച്ചിട്ട് എന്നെ എങ്ങനെ അളക്കാൻ പറ്റും? എൻ്റെ കുറച്ചുകൂടി പരിചയപ്പെട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ എനിക്ക് നേരിട്ട് പോയി കല്യാണം കഴിക്കാനൊന്നുമല്ല, കുറച്ചാൽ ഇന്ററാക്ട് ചെയ്ത് തമ്മിൽ അറിഞ്ഞിട്ട്. എങ്ങനെ അറിഞ്ഞിട്ട് തമ്മിൽ? ശരിക്കും രണ്ടുപേരും തമ്മിൽ തന്നെ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാം. കാരണം ഞാൻ അങ്ങനെ ഡിപ്ലോമാറ്റിക് ഒന്നുമല്ല, ഞാൻ എല്ലാ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നെക്കുറിച്ച് എനിക്കെല്ലാം അറിയാം, പക്ഷെ നിങ്ങളെക്കുറിച്ച് എനിക്ക് കുറച്ചുകൂടെ അറിയാനുണ്ട്. ആ ഒരു ഇന്ററാക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങളാണ് കമ്മിറ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ എൻ്റെ എന്ത് ക്യാരക്ടർ ആയിരിക്കും ചേട്ടന് ഇഷ്ടപ്പെടുക? എന്തൊക്കെ വേണമെന്നായിരിക്കും ആഗ്രഹിക്കുക? ഈ പറയുന്ന കാര്യം തന്നെ ബോൾഡ് അത്ര ആഗ്രഹിച്ചില്ല. യു ആർ എ ബോൾഡ് പേഴ്സൺ, സ്മാർട്ടാണ്, നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ്, ഇന്റലിജന്റ് ആണ്. അപ്പം ഇത്രയും നേരം ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. ചേട്ടൻ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചില്ല തനിക്ക് താല്പര്യം ഉണ്ടോന്ന്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ബോംബാർഡിങ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. ആദ്യം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന അത് ചോദിക്കണോ? നേരിട്ട് വന്നപ്പോൾ ചോദിച്ചില്ലേ? എന്ത് ചോദിച്ചു? സീരിയസ് ആയിട്ടുള്ളതാണ് പറഞ്ഞത് എൻ്റെ ഭാഗത്തുനിന്ന്. അതെ, ചേട്ടന്റെ ഭാഗം ചേട്ടൻ ക്ലിയർ ചെയ്തു. ചോദ്യം കണ്ടി ഞാൻ ഇപ്പോൾ വേണം ചോദിക്കാം. എന്നോട് ചോദിച്ചോട്ടെ, ഉത്തരം നിങ്ങൾ നെഗറ്റീവ് ആണ്, വളരെ പെയിൻഫുൾ ആയിരിക്കും. അത് ചോദിക്കണമല്ലോ, അപ്പോഴല്ലേ എനിക്ക് ഉത്തരം പറയാൻ പറ്റുക. നമ്മൾ ഇന്ററാക്ട് ചെയ്ത ശേഷം പറഞ്ഞാൽ മതി. കുറച്ചാൾ ഇന്ററാക്ട് ചെയ്ത ശേഷം എന്നെ തമ്മിൽ മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ ഇപ്പം മറുപടി വേണമല്ലോ. അല്ല, ഇപ്പം മറുപടി നെഗറ്റീവ് ആണെങ്കിൽ എന്നെ കുറിച്ച് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ചോദിക്കുന്നു, പക്ഷേ ഉത്തരം നെഗറ്റീവ് പറഞ്ഞാൽ വളരെ പെയിൻഫുൾ ആയി. അത് എൻ്റെ അഭിപ്രായമല്ലേ, അത് എൻ്റെ ചോയ്സ് അല്ലേ. അത് ഒരാളെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ മാത്രം ചോയ്സ് അല്ലേ. ബി കൈൻഡ് ആൻഡ് ഫ്രാങ്ക് എന്ന് പറയും. ബി കൈൻഡ് ആൻഡ് ഫ്രാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ബി കൈൻഡ് ആൻഡ് ഫ്രാങ്ക്. നമ്മൾ ചിലപ്പോൾ ഫ്രാങ്ക് ആകുമ്പോൾ മറ്റൊരു ഹേർട്ട് ആവും. ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള ആളാണ്, പക്ഷെ വേറെ ആളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഡിപ്ലോമാറ്റിക് ആയിട്ടുണ്ടോ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു 10 പേര് എന്നോടൊന്നും ഇഷ്ടം പറയും, എനിക്ക് 10 പേരെ സ്വീകരിക്കാൻ പറ്റൂ? ഇല്ല ഇല്ല. എനിക്ക് വേണ്ടുന്ന ആളെ മാത്രമല്ലേ എനിക്ക് സ്വീകരിക്കാൻ പറ്റൂ. ഓക്കെ, ആ 10 പേരിൽ എൻ്റെ ആൾ ആരാണെന്ന് കണ്ടുപിടിച്ചാലേ എനിക്ക് സ്വീകരിക്കാൻ പറ്റൂ. അപ്പോൾ എനിക്ക് എങ്ങനെ ഈ 10 പേരോട് ഒന്നിച്ച് വരുമ്പോൾ സ്വീകരിക്കാൻ പറ്റും? ഇപ്പോൾ ചേട്ടൻ ഉൾപ്പെടെ ഒരു 10 പേര് എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നു, എനിക്കിപ്പോൾ എല്ലാവരോടും ഇഷ്ടമാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആ 10 പേരെ ഞാൻ വേദനിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഫ്രണ്ടായിട്ടോ ഏതെങ്കിലും കാണാം. അതെങ്ങനെ എനിക്ക് ഫ്രണ്ടായിട്ട് കാണാൻ പറ്റും? ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കണമല്ലോ, അല്ലെങ്കിൽ അതും കുറേ നാളത്തെ ഇന്ററാക്ഷൻ ശേഷം അല്ലേ ഇതെന്റെ ഫ്രണ്ട് ആണെന്ന് പറയാൻ പറ്റൂ. എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ കുറച്ച് ചാൻസ് തരുമോ? ഞാൻ പറയട്ടെ, ഇപ്പം എനിക്ക് ഇവിടെ എൻ്റെ ഒരു വർക്ക് ലൈഫിൽ കുറേ ആളുകളുണ്ട്. അതെല്ലാം എൻ്റെ കൊളീഗ്സ് ആണ്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ഇന്ന ആളിൻ്റെ ഫ്രണ്ട് ആണെന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാത്തിനും അതുകൊണ്ടാണ് നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. കൊളീഗ്സ്,
ക്ലാസ്മേറ്റ്സ്, ഫ്രണ്ട്സ്, ഇപ്പം എല്ലാവരെയും കയറി നമുക്ക് ഫ്രണ്ട്സ് എന്ന് വിളിക്കാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പം എനിക്ക് എങ്ങനെ ചേട്ടൻ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയാൻ പറ്റും? അല്ല, ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ ടൈം തരും, അത്രേ പറയാനുള്ളൂ. ജസ്റ്റ് ഇന്ററാക്ട് ചെയ്ത് നോക്കും. എങ്ങനെ ഇന്ററാക്ട് ചെയ്യാനാണ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? ഒരു ഫ്രണ്ട്ലി അപ്രോച്ച്. എങ്ങനെ ഫ്രണ്ട്ലി അപ്രോച്ച്? കുറച്ചാൾ തമ്മിൽ സംസാരിക്കുകയും സംസാരിക്കുക എല്ലാം കഴിഞ്ഞ ശേഷം തമ്മിൽ അറിഞ്ഞ ശേഷം ഒരു തീരുമാനത്തിലേക്ക് പോവാം. ഒറ്റയടിക്ക് ജമ്പ് ചെയ്യില്ലെന്ന് പറയണം. ഒറ്റയടിക്ക് ജമ്പ് ചെയ്യില്ല എന്നിപ്പോ ജമ്പ് ചെയ്യല്ലേ, എൻ്റെ റിക്വസ്റ്റ് ആണ്. ഒറ്റയടിക്ക് ജമ്പ് ചെയ്യില്ല, ഒരാൾ ഇന്ററാക്ട് ചെയ്ത് കുറച്ചാൾ ശേഷം യു ക്യാൻ ടെൽ യെസ് ഓർ നോ, അതായിരിക്കും നല്ലത്. ഓക്കെ, ഇപ്പോൾ സന്തോഷേട്ടൻ പറഞ്ഞു ഒറ്റയടിക്ക് ജമ്പ് ചെയ്യില്ല. പക്ഷെ സന്തോഷേട്ടൻ ഇവിടെ എക്സാക്ട്ലി ചെയ്തേക്കുന്ന കാര്യം എന്താണ്? ഞാൻ എന്താണെന്ന് അറിയാതെ, എന്നെ ഒന്ന് കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കാതെ ഒറ്റയടിക്ക് ഇതാ ഫേസ്ബുക്കിൽ കൊണ്ടൊരു പോസ്റ്റ് ഇട്ടേക്കുന്നു. അതേസമയം ഇവിടെ ജാങ്കോ സ്പേസിന്റെ ഓഫീസ് എവിടെയാണെന്ന് ഒന്ന് നെറ്റ് നോക്കിയിരുന്നേ അറിയാമായിരുന്നു. ഒരു എക്സാക്ട് ലൊക്കേഷൻ നോക്കി ഇവിടെ വന്ന് ഒരു ദിവസം എന്നെ ഒന്ന് കണ്ട് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കിയ ആളോട് എനിക്ക് എങ്ങനെ ഇനി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും? അതായിരുന്നില്ലേ ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പം പെട്ടെന്ന് ജമ്പ് ചെയ്യാൻ പാടില്ല എന്ന് ചേട്ടൻ പറഞ്ഞു, ശരിയല്ലേ അത്? അതെ, ഇത് ഞാൻ ചെയ്ത അത്രയ്ക്ക് നിങ്ങളെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടോ? നെഗറ്റീവിന്റെ പോസിറ്റീവിന്റെ അല്ലല്ലോ, ഞാൻ ഓൾറെഡി മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒരുപാട് നമ്പറിൽ അടിക്കുക, ഒരുപാട് സെർച്ച് ചെയ്തു, ഞാൻ ഒരുപാട് ശ്രമം നടത്തിയിട്ടാണ് ഒരു നിവൃത്തിയിൽ വന്നപ്പോഴാണ്. എനിക്ക് തോന്നുന്നില്ല ചേട്ടൻ ഒരുപാട് സെർച്ച് ചെയ്തു എന്ന്. ഞാൻ ഒരുപാട് പേര് ചോദിച്ചു, മീഡിയക്കാർ ഒരുപാട് പേര് ചോദിച്ചു, പെരേരോട് ആദ്യം ചോദിച്ചു, ഒരുപാട് നോക്കി. പിന്നെ നിങ്ങളുടെ നമ്പർ പേര് ഉള്ളിൽ അറിയില്ല. ഇപ്പൊ നമ്മളൊരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നതിന് ചില രീതികളൊക്കെ ഉണ്ട്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എനിക്ക് അങ്ങനെയാ, ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള ആളാണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആയ ആളാണ്. ഞാൻ തുറന്നു പറയും, എനിക്ക് ഈ വളഞ്ഞ വഴികൾ അറിയില്ല. ഓക്കെ, പക്ഷേ ഈ തുറന്നു പറച്ചിലുകൾ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയ വഴി ആകുന്നതാണ് എൻ്റെ ഒരു ചോദ്യം. എന്തുകൊണ്ടത് നേരിട്ട് പറഞ്ഞുകൂടാ? ആ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പോയി നേരിട്ട് സംസാരിക്കാനുള്ള മടി കൊണ്ടാണോ? നേരിട്ട് കോണ്ടാക്ട് കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എനിക്കതിന് ലോജിക്കാണ് മനസ്സിലാവാത്തത്. കാരണം ഇത്രയും ഓപ്പൺ അപ്പ് ആയിട്ടുള്ള സ്പേസിൽ നമ്പർ കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു മീഡിയ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഒരാളുടെ നമ്പർ കിട്ടാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് സന്തോഷ് വർക്ക് ചെയ്യുമ്പോൾ ഒരാൾക്ക് നമ്പർ കിട്ടാൻ എനിക്ക് തോന്നുന്നില്ല അത്ര ബുദ്ധിമുട്ടുണ്ടെന്ന്. പലരോടും ചോദിച്ചു, ആരും തന്നില്ല. ഇവിടെ എന്തുകൊണ്ട് ജാങ്കോ സ്പേസിൽ ചോദിച്ചില്ല? മനുഷ്യേട്ടനോട് ചോദിക്കാമായിരുന്നില്ലേ? എനിക്ക് പുള്ളിയുടെ പേര് അറിയണ ഇപ്പോഴാണ്. ആണോ? എനിക്ക് ഇവരായിട്ട് ഒരാളെ അവിടെ വരുന്ന റിവ്യൂ പറഞ്ഞു പോകുന്നല്ലാതെ ആരുടെ പേരോ ഫേസ് മാത്രമേ ഓർമ്മയുള്ളൂ, പേരോ നമ്പറോ ഒന്നുമില്ല. ഇതിനു മുമ്പ് ഇന്റർവ്യൂസിൽ പോയിട്ടില്ലേ? ഇവിടെ വന്നിട്ടില്ല. 1-2 ചാനലുകളിൽ പോയിട്ടില്ലേ? ഇവിടെ വന്നിട്ടില്ല. ഒരുപാട് ചാനൽസിൽ പോയിട്ടുണ്ട്. ആ വഴി നോക്കിയിരുന്നെങ്കിൽ ഇവിടുത്തെ നമ്പർ സുഖമായിട്ട് കിട്ടും. നിങ്ങളെ പേര് പുള്ളിക്ക് അറിയില്ല, പിന്നെ എങ്ങനെ ചോദിക്കാനാ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവിടെ എന്താ പറയുന്നത്? ഓക്കെ, ഇപ്പൊ പേര് പോലും അറിയത്തില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈഫ്, നിങ്ങളുടെ ഡ്രീം എന്താണ്? ലൈഫ് പാർട്ട്ണർ ഡ്രീം അല്ലെങ്കിൽ പ്രണയിക്കുക, അങ്ങനെ ഒരു ഡ്രീം എന്താണ്? എന്തൊക്കെ ക്വാളിറ്റീസ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ആളോട് മാത്രം ഡിസ്കസ് ചെയ്താൽ പോരെ? കാരണം അതിന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, അതിന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. എൻ്റെ പാർട്ട്ണർ എങ്ങനെയായിരിക്കണം, ഞാൻ എന്ത് ലൈഫാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് എൻ്റെ പാർട്ട്ണറോട് മാത്രം ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. എന്തിനു ഞാൻ സന്തോഷവർഗമായിട്ട് ഡിസ്കസ് ചെയ്യണം? യു ആർ വെരി ബോൾഡ്. പിന്നെ ഒരു കാര്യം, ഇപ്പൊ പ്രപ്പോസ് ചെയ്തതിന്റെ ലാസ്റ്റ് ലൈനിൽ എനിക്കിതൊന്നും ഞാൻ അങ്ങനെ ഫോർമലായിട്ടൊന്നും ഞാൻ ആരോടും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ലാസ്റ്റില് ആ ഒരു എഴുത്തിന്റെ അവസാനത്തോട് എത്തി നിൽക്കുമ്പം കുറെ കാര്യങ്ങൾ പറയുന്നു. ആങ്കറാണ്, ആക്ടറാണ്, അങ്ങനെ കുറെ ഫിലോസഫറാണ്, പ്രൊഫസറാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു കുറച്ച് ലൈനുകൾ കൊടുത്തേക്കുന്നത്? ഒരു പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ്? ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞാൻ ബേസിക് എഞ്ചിനീയർ ആണ്, പിന്നെ ഫിലോസഫറാണ്, എല്ലാം ഉള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷെ അത് എന്തിനാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്? ഒരു പെൺകുട്ടിയോട് ഇഷ്ടപ്പെട്ടെങ്കിൽ നേരിട്ട് അതെ ഞാൻ സന്തോഷ് വർഗിയാണ്, എനിക്ക് ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞാൽ പോരെ. എന്തിനാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും ലേബലുകൾ? അത് നോക്കിയാണ് ഒരാളെ സ്നേഹിക്കാൻ പറ്റുക? അത് സ്നേഹിക്കാൻ വേണ്ടിയൊന്നല്ല, അങ്ങനെ പ്ലാൻ ചെയ്തൊന്നല്ല. ഞാൻ യൂഷ്വലി പലയിടത്തും അങ്ങനെ എഴുതാറുണ്ട്. പലയിടത്തും എഴുതാറുണ്ട്. അപ്പൊ ഇത് സ്ഥിരമാണ്, പല പോസ്റ്റുകളും എല്ലാം എഴുതാറുണ്ട്. അതായത് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊന്നല്ല. ഇപ്പൊ കറന്റ് അപ്പൊ എന്താണ് അവസ്ഥ? നിങ്ങളെ ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളുടെ ഈ വർത്താനം കേട്ടിട്ട് നോ പോലെ എനിക്ക് തോന്നുന്നു. നോ പോലെയാണ് തോന്നുന്നത്. അതല്ല ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. ചേട്ടൻ എന്നോട് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഒരു അറ്റ്ലീസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കണക്കാക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ ചാൻസ് തരും. കുറച്ചാളെ ഒന്ന് ഇന്ററാക്ട് ചെയ്യാം, അപ്പോൾ തമ്മിൽ അറിയാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ അതാണ് കുറച്ച് നേരം കൊണ്ട് ചേട്ടനോട് പറയാൻ ശ്രമിക്കുന്നത്. കാരണം ആദ്യം തന്നെ എന്നെ അറിയാതെ, ഞാൻ ആരാണ്, എൻ്റെ പേര് പോലും അറിയാത്ത ഇങ്ങനെ ഒരു പോസ്റ്റ് ആളോട് എനിക്ക് എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പറ്റുക? കാരണം പേരറിയില്ലെന്ന് പറഞ്ഞു. എൻ്റെ എല്ലാ ഇൻ്റർവ്യൂവിലും തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്,
ഞാൻ സ്നേഹ, എൻ്റെ പേര് സ്നേഹ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയും ഇന്റർവ്യൂ ഫുള്ളിരുന്ന് കണ്ട ഒരാൾ എങ്ങനെയാണ് എൻ്റെ പേരറിയാതെ പോകുന്നത്? ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ ഒരു ഇന്റർവ്യൂ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ ഒരു ഇന്റർവ്യൂ ഞാൻ പറയുന്നുണ്ടല്ലോ, എൻ്റെ പേര് സ്നേഹ. അതേം കേട്ടില്ല. ഇല്ല, ഞാൻ സ്കിപ്പ് ചെയ്താണ് പോയത്. അങ്ങനെയല്ല പോയാ, ജസ്റ്റ് അവിടെ നോക്കി പോയാ. അവിടെ ഇവിടെ നോക്കിയിട്ട് ഞാൻ ബോൾഡ് ആണോ ബ്യൂട്ടിഫുൾ ആണോ ഓക്കെ അങ്ങനെ പറഞ്ഞത് ഓക്കെ, കാരണം ഒറ്റ ഇതിൽ കണ്ടാൽ മതി. പക്ഷെ ഞാൻ ബോൾഡ് ആണ് സ്മാർട്ട് ആണെന്ന് എങ്ങനെ മനസ്സിലായി? സ്കിപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതി കണ്ടാ അറിയാം. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതി അതിൽ നമുക്ക് ഒരാളെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഫേക്ക് ആണെങ്കിലോ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ ഈ ഇരിക്കുന്നത് ഫേക്ക് ആണെങ്കിലോ? ചിലപ്പോൾ അങ്ങനെ ആവാം. അപ്പൊ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്റെ ക്യാരക്ടർ ഇതാണെന്ന്? ഞാൻ ഈ ഇരിക്കുന്ന സ്നേഹ അഭിനയിക്കുവാണെങ്കിലോ? അങ്ങനെ ആവും. എന്റെ മുമ്പിൽ എനിക്ക് ആ സമയത്ത് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് തോന്നുന്ന ചിന്തകളിൽ ഇങ്ങനെ ഒരു ഇൻഡ്യൂഷൻ വഴി പറഞ്ഞു. ഞാൻ വളരെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ആളാണ്, ഇൻഡ്യൂഷൻ വെച്ച ആളാണ്. ആ ഇൻഡ്യൂട്ടീവ് ആയിട്ട് പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന തോന്നലുകളിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പാടുണ്ടോ? ഇത് ഭയങ്കര എന്തോ ക്രൈം ചെയ്ത പോലെയാണല്ലോ. ക്രൈം ആണെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞ അതേ പോയിന്റിലാണ് നിൽക്കുന്നത്. ഇപ്പൊ സന്തോഷേട്ടൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ട് എന്നെ അത് അഫക്റ്റഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ആയിരുന്നോ? നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. പക്ഷേ അത് എന്നെ അഫക്റ്റഡ് ആക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു ഐഡന്റിറ്റിയിൽ അതിപ്പോൾ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? അത് ഞാൻ ആദ്യമേ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അതെനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അത് തെറ്റാണോ ശരിയാണോ? അങ്ങനെ ചേഞ്ച് കൊണ്ടുവരാൻ പാടില്ല ഒരാളുടെ അനുവാദം ഇല്ലാതെ. എഫക്ട് ചെയ്യാൻ പണ്ട് മനഃപൂർവ്വം ചിന്തിച്ച് ചെയ്തോന്നല്ല, സംഭവിച്ചതാണ്. ഒന്ന് നിങ്ങളിങ്ങനെ എഫക്റ്റ് ആവണം അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്താലല്ല, സംഭവിച്ചതാണ്. അപ്പൊ ഇതുപോലെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും ചെയ്യാറില്ല. ഇപ്പൊ വൈറലായാലോ ഒരു കാര്യം പ്ലാൻഡ് അല്ല. വൈറലായി, ഓക്കെ. എന്ത് കാര്യങ്ങൾക്കാണ് വൈറലായത്? ഞാൻ ആറാട്ടനാണ് ആറാടിക്കാൻ വൈറലായില്ലേ, ലാലേട്ടൻ ആറാടിക്കാന്ന് പറഞ്ഞു വൈറലായാലും എത്രയും മീഡിയയിൽ എന്തൊരു ആക്റ്റീവ് ആയിരുന്നു. അതിനും പ്ലാൻഡ് അല്ല, ഞാൻ സംഭവിച്ചാണ്. അപ്പൊ ഇതൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് ഞാൻ മനഃപൂർവ്വം ചെയ്തിട്ടില്ല. നെഗറ്റീവ് പബ്ലിസിറ്റി മീഡിയക്കാർ ചിലത് വളച്ചൊടിച്ചിട്ടുണ്ട്. മീഡിയക്കാരെ വളച്ചൊടിച്ചതാണ് ചില കാര്യങ്ങൾ. എന്ത് കാര്യങ്ങൾ? ഒരു കാര്യം പറയാം. ഇപ്പൊ അമിത് ചാക്ലവാണ് ആക്ടർ, എനിക്ക് നേരിട്ട് അറിയാം. പുള്ളി എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇവൻ ആള് ബ്രില്യൻ്റ് ആണ്, ഭയങ്കര തലയാണെന്ന് പറഞ്ഞു. പക്ഷെ മീഡിയക്കാർ പറഞ്ഞത് ഇവൻ അമിത് ചാക്ല പറഞ്ഞു പറയാത്ത കാര്യം പറഞ്ഞു, ഇവൻ പണ്ടേ കോഴിയാണ്. അതില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരു ഫണ്ണി ഇമേജ് വന്നിട്ടുണ്ട് പലപ്പോൾ. പക്ഷെ ഞാൻ അങ്ങനത്തെ പ്രശ്നമല്ല. ഇപ്പൊ പല പെൺകുട്ടികളെ എന്നെ കാണുമ്പോൾ കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. ചേട്ടനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ പെൺകുട്ടികൾക്ക് ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുക്കാം, ബാക്കി എല്ലാ പെൺകുട്ടികളെയും വിട്. ചേട്ടനുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യണമെന്ന് ചേട്ടൻ പറയില്ല. എന്തിന്റെ പേരിലാണ് ഞാൻ ചേട്ടനുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടത്? ഞാൻ സിൻസറാണ്, റിലേഷൻഷിപ്പിൽ വളരെ സിൻസറാണ്, ലോയലാണ്. ചതിക്കാൻ സംഭവം ഞാൻ ചെയ്യില്ല. ഇതൊക്കെ ഇതൊക്കെ എനിക്ക് മെയിൻലി പറയാനുള്ളൂ. സിൻസറാണ്, ലോയലാണ്. ഞാൻ ആ വ്യക്തിയെ ഒരിക്കലും ചീറ്റ് ചെയ്യില്ല. ചീറ്റ് ചെയ്യില്ല ഇൻ ദ സെൻസ്? ചീറ്റിലാണ് വേറെ ഒരാൾ കമ്മിറ്റ് ചെയ്താൽ പിന്നെ വേറെ ആരുടെയും പുറകെ പോകുന്നില്ല. ഇപ്പം ഈ ക്രഷാണ് ഒരാൾ എന്നോട് കമ്മിറ്റ് ചെയ്യുക, അതുവരെ ഞാൻ ക്രഷിൻ്റെ കാര്യം പറഞ്ഞു. ഒരാൾ കമ്മിറ്റ് ചെയ്താൽ പിന്നെ വേറെ ക്രഷ് ഉണ്ടാവില്ല. ഐ ബി വെരി സിൻസിയർ, ലോയൽ. ആ പേഴ്സണോട് വളരെ സിൻസിയർ ആയിരിക്കും ടിൽ ദ ലാസ്റ്റ് ബ്രെത്ത് വരെ. ചേട്ടൻ എന്താണ് ചെയ്യുന്നത് ബേസിക്കലി? ഞാനിപ്പോൾ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ? ആക്ച്വലി ഞാൻ എൻ്റെ പറയണോ, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഫിലോസഫിയിലേക്ക് തിരിഞ്ഞു ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ എനിക്ക് 3 ഓൾറെഡി അഡ്മിഷൻ കിട്ടി, IIT അഡ്മിഷൻ കിട്ടിയാണ്. പക്ഷേ എനിക്ക് അന്ന് IIT ജോയിൻ ചെയ്യാൻ പറ്റില്ല, ഫാദറിന് ഹെൽത്ത് പ്രോബ്ലംസിൽ വന്നു. JRF. അപ്പോൾ ഞാനിപ്പോൾ മഹാരാഷ്ട്രയിലെ PhD ചെയ്യണം. മഹാരാജാസ് കോളേജ് ഫിലോസഫി സയൻസില്ല, സ്കോളർഷിപ്പിലുണ്ട്, JRFലുണ്ട്. അപ്പോൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഐ ഹാവ് ഇൻകം. യൂട്യൂബിന് വരുമാനമുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, പിന്നെ സ്കോളർഷിപ്പ് 40,000 ഉണ്ട്, വീട്ടിലെ ആവശ്യത്തിനുണ്ട്. ഫിനാൻഷ്യലി ഐ എം വെൽ ഓഫ്. ആസ് എ ഹ്യൂമൻ ബീങ് മറ്റൊരാളുടെ ഇമോഷൻസിനും കൂടെ വാല്യൂ ചെയ്യണ്ടേ? കാരണം ഇപ്പൊ ചേട്ടൻ പോസ്റ്റ് ഇട്ടു, അത് മറ്റൊരാളെയും കൂടെ അഫക്റ്റഡ് ആക്കുമല്ലേ ഇങ്ങനെ ഡെയിലി ഓരോ പോസ്റ്റ് ഇടുമ്പോൾ? ഏത് പോസ്റ്റോ? ഇപ്പം ഇത് തന്നെ ഈ പോസ്റ്റ് ഇട്ടു, അത് എന്നെ അഫക്റ്റഡ് ആക്കി. ഇത്രയും വലിയ നിങ്ങളെ ഹേർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് ഹേർട്ടിന്റെ അല്ലല്ലോ. അല്ല, അങ്ങനെ നിങ്ങളെ ബാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെന്തുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്നില്ല? കാരണം നമ്മൾ മറ്റൊരാളെ മെൻഷൻ ചെയ്തൊരു പോസ്റ്റ് ഇടുമ്പം ആളെ എനിക്ക് ആ വ്യക്തി ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിന് ബന്ധത്തിൽ പ്രശ്നമുള്ളത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോക്കണ്ടേ? എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം സന്തോഷ് ചേട്ടനും ഉണ്ട്, എനിക്കും ഉണ്ട്, ഏതൊരു വ്യക്തിക്കും സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തും പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എൻ്റെ പേര് അവിടെ വരുമ്പോൾ അല്ലെങ്കിൽ എന്നെ മെൻഷൻ ചെയ്യുമ്പോൾ അവിടെ ഞാൻ കൂടെ ഇൻവോൾവ് ആവുമല്ലോ ചെയ്യുന്നത്. ചേട്ടൻ്റെ മാത്രം അഭിപ്രായം പറയാം, പക്ഷേ ഞാനെന്ന വ്യക്തിയും കൂടെ അവിടെ ഇൻവോൾവ് ആവുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ആലോചിക്കേണ്ടത് ചെയ്യുന്ന സമയത്ത്.
അല്ല നിങ്ങൾ ഏത് രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ കുറച്ച് ഒരാളെ ഇഷ്ടമാണ് പറഞ്ഞാൽ ഞാൻ അത്രല്ലേ പറഞ്ഞുള്ളൂ. കുറച്ചാണല്ലോ പറഞ്ഞത്. അതിന്റെ ബിയോണ്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അതിലെ കുറച്ച് മുമ്പ് പറഞ്ഞത്. കാരണം എന്റെ ഐഡന്റിറ്റിയിൽ ഇപ്പോൾ ഒരു ചേഞ്ച് വന്നു. സന്തോഷ് ആറാട്ടെന്ന അല്ലെങ്കിൽ സന്തോഷ് വർക്കി എന്നെ പ്രപ്പോസ് ചെയ്തു. ഏതെ ആ സന്തോഷ് വർക്ക് പ്രപ്പോസ് ചെയ്ത പെൺകുട്ടിയാണ് ആ പോകുന്നുള്ളൊരു ലേബിൽ ഒരു എന്താ കുഴപ്പം എന്താണ്? അല്ല എന്താ കുഴപ്പം? കുഴപ്പമില്ലേ അതിന്? ഞാൻ കുഴപ്പം കാണില്ല. അതെന്താ കുഴപ്പം കാണാത്തത്? എനിക്കത് കുഴപ്പമാണ്. കാരണം സ്നേഹാരജി എന്നൊരു ഐഡന്റിറ്റിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ സന്തോഷ് വർക്ക് ഇതാ പ്രപ്പോസ് ചെയ്ത പെൺകുട്ടി എന്ന പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. അത് അത്രയ്ക്ക് മോശമായ കാര്യമാണോ? അത്രയ്ക്ക് മോശമായ ഒരു ഐഡന്റിറ്റി ആണോ? എനിക്കത് എന്റെ ലൈഫിൽ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എനിക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന കാര്യമാണത്. നിങ്ങളെ എഫക്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും. അത് എന്തുകൊണ്ട് വിചാരിക്കുന്നില്ല? കാരണം മറ്റൊരാളെ ഇങ്ങനെ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ അതിന് ആഫ്റ്റർ എഫക്റ്റ് നോക്കണ്ടേ? കാരണം ഒരുപാട് എന്നെ കുറിച്ച് ഒരാളിങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. അല്ല, ചേട്ടനെ പറ്റി പറയുമ്പോൾ ചേട്ടന് പ്രശ്നമില്ല. പക്ഷേ ഇതുപോലെ ഇതിന് മുമ്പും ഓരോ കേസുകൾ ചേട്ടൻ ഉണ്ടാകുമ്പം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണ്ടേ? അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഹേർട്ട് ആവും, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കണ്ടേ പിന്നീട് അത് ആവർത്തിക്കാതെ? അല്ല, ഇപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ അഫക്റ്റഡ് ആയത്. ഇനി അത് റിപ്പീറ്റ് ചെയ്യില്ല. ഇനി ഇതൊന്നും റിപ്പീറ്റ് ഇനി വേറെ ആളോട് ഇങ്ങനെ പറയില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ മനസ്സിലായി ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇനി ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് ഇനി ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ ശ്രമിച്ചതാണ്, കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, കിട്ടിയില്ല. നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പോസ്റ്റ് ഇട്ടത്. അല്ല, ആദ്യമേ പോസ്റ്റ് ഇടുകയല്ല ചെയ്ത. എനിക്ക് ഐ ട്രൈ സെവറൽ ടൈം ടു ഗെറ്റ് കോൺടാക്ട് നമ്പർ കിട്ടാൻ പേര് പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ എഴുതില്ലായിരുന്നു. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് എഴുതിയത്. ഓക്കെ. അപ്പൊ ഇനി ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട ചേട്ടൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? കാരണം ഇപ്പൊ ഇവിടെ വന്നിട്ട് സംസാരിച്ചപ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പൊ ഈ മനസ്സിലാക്കിയത് വെച്ചിട്ട് എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത്? ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി, ഈ പ്രണയം ശരിയായില്ലെങ്കിൽ ഇനി പ്രണയിക്കാൻ പ്ലാനില്ല. പ്രണയിക്കാൻ പ്ലാനേ ഇല്ല. അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്തേ? കാരണം എൻ്റെ എല്ലാ പ്രണയങ്ങളും ഫ്ലോപ്പാണ്. പക്ഷെ ട്രൈ ചെയ്യണ്ടേ? കാരണം ചേട്ടനൊരു എല്ലാത്തിനും ലിമിറ്റില്ല. എത്ര നാൾ ട്രൈ ചെയ്യാൻ പറ്റും? ചേട്ടാ, ഇപ്പൊ എന്തായാലും ഞാൻ ഓൾറെഡി ചേട്ടൻ്റെ പോസ്റ്റ് കണ്ടു. അതിന് ഓരോ ഓപ്പൺ ഡിസ്കഷൻ എന്ന നിലയിലാണ് ഞാൻ ചേട്ടനെ വിളിച്ചത്. എനിക്ക് ചേട്ടനോട് ഒരു താല്പര്യവും ഇല്ല. എനിക്ക് ചേട്ടനോട് ഒരു ഇഷ്ടവും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. ഒരു വിവാഹത്തിലേക്കൊന്നും പോകാനും എനിക്ക് താല്പര്യമില്ല. ഇന്ററാക്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എൻ്റെ കരിയർ ഫോക്കസ് ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. പിന്നെ ചേട്ടനെ ഇവിടെ പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും. അതിൽ ജെൻഡർ ഇക്വാലിറ്റി എന്നൊരു സംഭവമുണ്ടല്ലോ. എല്ലാവരും അങ്ങനെയാണ്. അവരവരുടെ കരിയർ നോക്കി ലൈഫ് ഒന്ന് സെറ്റിൽ ആക്കാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. അപ്പം ഞാനും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അല്ല, കരിയറിനൊപ്പം തന്നെ നമുക്ക് അങ്ങനെ ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്ന ആൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട സമയത്ത് അതിന് പ്രണയം ഉണ്ടായിരുന്നു. രണ്ടിനും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലേ? രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എനിക്ക് പ്രണയം തോന്നുന്ന ആളോട് ഞാനത് തുറന്ന് പറയും, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ചേട്ടനോട് പ്രണയം തോന്നുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തോന്നുന്നില്ല. അപ്പൊ എനിക്ക് എന്റെ കരിയർ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. അതിൽ ഫോക്കസ് ചെയ്യാനാണ്. താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചേട്ടനോട് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യണമെന്ന് ഒരാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ റെസ്പെക്ട് യുവർ ഡിസിഷൻ. ഇപ്പോഴേ പറഞ്ഞു നന്നായി. ഇപ്പൊ നിത്യമേന കേസിലല്ല, അവർ 5 വർഷം കഴിഞ്ഞിട്ടാ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ തന്നെ ഒരു ഓപ്പൺ ഡിസ്കഷൻ വെച്ചത്. പക്ഷെ എനിക്കൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ ചാൻസ് തരണമായിരുന്നു. ഒരു ചാൻസ് തരണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മേ ബി ചേട്ടൻ എന്നോട് നേരിട്ട് വന്ന് ആദ്യമേ സംസാരിച്ചതിന് ചിലപ്പോൾ ഞാൻ ചേട്ടനോട് ഒന്ന് മിണ്ടുമായിരുന്നു. ബട്ട് എനിക്കത് പറ്റില്ല. പിന്നെ ചേട്ടനെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുക ഒന്നും അല്ല ചെയ്തത്. ഒരു ഓപ്പൺ ഡിസ്കഷൻ ആണ്. എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്യാൻ അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ഇഷ്ടമുള്ള ഒരാളോട് മാത്രമേ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ പറ്റും. നിങ്ങൾ കുറച്ച് ഇന്ററാക്ട് ചെയ്യാൻ ചാൻസ് തരണ്ടേ? ഒരാളെ കുറച്ച് ഒരു ഇന്ററാക്ട് ചെയ്താലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്ക് ചേട്ടനെ മനസ്സിലാക്കണം എന്ന് ആഗ്രഹമില്ല. കാരണം എൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന മനുഷ്യർ ആരൊക്കെയാണ്? നമ്മളാണല്ലോ. ഫ്രണ്ടായിട്ട് കാണാൻ പോലും താല്പര്യമില്ല. പെയിൻഫുൾ ആണ്. വിത്ത് ഓൾ റെസ്പെക്ട്, ചേട്ടനെ റെസ്പെക്ട് ചെയ്യുന്നു. ആസ് എ ഹ്യൂമൻ ബീങ് ഞാൻ സന്തോഷ് വർക്കി റെസ്പെക്ട് ചെയ്യുന്നു. ആ റെസ്പെക്റ്റോടുകൂടിയാണ് പറയുന്നത്. എനിക്ക് ചേട്ടനോടൊരു പ്രണയമില്ല, താല്പര്യമില്ല, ഒരു ഫ്രണ്ടായിട്ടും കാണാൻ താല്പര്യമില്ല. എന്നോട് ചെയ്താൻ പറഞ്ഞു കറക്റ്റായി. ചെയ്താൻ പറഞ്ഞു ഇത് നടക്കാൻ പോകുന്നില്ല ഈ കാര്യം. ഇത് നേരത്തെ നടക്കില്ല ചെയ്താൻ എന്നോട് പറഞ്ഞു. എപ്പോ പറഞ്ഞു? ഇന്നലെ പറഞ്ഞു. എനിക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. വളരെ രസം തോന്നുന്നു. ഒരു ഫ്രണ്ട് ഇതന്നെയാണ് നിത്യമേന കേസിൽ. ഒരു ഫ്രണ്ടായിട്ടോ ഒരു ഫോൺ കോണ്ടാക്ടോ ഒന്നും തരാറില്ല. നിങ്ങള് നിത്യമേനോട് തന്നെ പറഞ്ഞ ഒരു കല്യാണം വേണ്ട, ഞാൻ ഒരു ബ്രദറോ ഫ്രണ്ടോ ഫോൺ കോണ്ടാക്ടോ എന്തെങ്കിലും, ഇതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞു. അതെന്റെ ചോയ്സ് ആണല്ലോ.
ഞാൻ ആരെ സ്നേഹിക്കണം സ്നേഹിക്കണ്ട, ആരെ കൂടെ കൂട്ടണം, അത് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഫ്രണ്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കാണാമോ? ബ്രദറായിട്ട് പോലും കാണാമല്ലോ വേണമെങ്കിൽ. എനിക്ക് ഓൾറെഡി ഒരു ബ്രദർ ഉണ്ട്. ഐ ഹാവ് എ സിബ്ലിംഗ്. ഒരു ഫോൺ കോൺടാക്ട്? നോ, താല്പര്യമില്ല. Even it is painful, I respect your decision. ഓക്കെ, And I am glad that you told it early. താങ്ക് യു. നിത്യമേന കേസിൽ 5 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് റിപ്ലൈ കിട്ടിയത്. അപ്പോഴേക്കും എനിക്ക് മറക്കാൻ ബുദ്ധിമുട്ടായാണ്. മനസ്സിൽ ഇങ്ങനെ ഒരുപാട് വളർന്നു. നിങ്ങളുടെ കേസിലാണ് നടന്നില്ല. ഇന്നലെ ഒരു ദിവസം മാത്രമേ, ഇന്നലെ ഇൻസ്റ്റയിലത് നോക്കി, ഇന്നലെ ഒരു ദിവസം മാത്രമേ സ്വപ്നം കണ്ടുള്ളൂ. ഓക്കെ, നല്ല കാര്യമല്ലേ? പെയിൻഫുൾ ആണെങ്കിലും നല്ല കാര്യമാണ്. പെയിൻഫുൾ ആണെങ്കിൽ ഒറ്റയ്ക്ക് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് മുട്ടിട്ട പ്രണയം ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് പോവല്ലോ. പെയിൻഫുൾ ആണെങ്കിലും ഒരിടക്ക് നല്ലതാണ്. എന്നോട് അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ. നിത്യമേനോൻ ചിലപ്പോൾ എന്നെ ഹേർട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയാതെന്ന്. ഒരു കണക്കിന് നല്ലതാണ്. അപ്പോൾ എന്തായാലും ചേട്ടൻ എനിവേ യു ആർ, ഞാൻ വിചാരിച്ചേക്കാട്ടും വളരെ ബോൾഡാണ്. താങ്ക് യു സോ മച്ച്. ഇപ്പോഴത്തെ ജനറേഷൻ പെൺകുട്ടികൾ ചിന്തിക്കുന്ന പോലെ ആളാണ്. നിങ്ങൾ ഈ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ പറഞ്ഞാൽ കരിയർ കൊണ്ട് അവർ പേഴ്സണൽ ഇങ്ങനത്തെ ലൈഫ് അവർ പ്രിഫർ, അത് വേണ്ടേ? ഒരു പേഴ്സണൽ ലൈഫും വേണ്ടേ? അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണൽ ലൈഫ് ഉണ്ട്. എനിക്ക് പ്രണയം തോന്നുന്ന ഒരാളോട് എനിക്ക് പ്രണയിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കൂടേണ്ട ഒരാളോട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പറ്റും. അതെനിക്ക് ഓഫ് കോഴ്സ് ഉണ്ട്. ഒരു ഫ്രണ്ടാണ് നിങ്ങൾ നോക്കുന്ന ക്രൈറ്റീരിയ, ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യാൻ നിങ്ങൾ നോക്കുന്ന ക്രൈറ്റീരിയ എന്താണ്? അത് ഞാൻ പറഞ്ഞല്ലോ, പലരോടും പല രീതിയിലായിരിക്കും നമുക്ക് തോന്നുന്നത്. ഫ്രണ്ട്ഷിപ്പ് പല ക്വാളിറ്റീസ് കണ്ടിട്ടായിരിക്കാം. അപ്പോൾ എന്നിൽ ഒരു ക്വാളിറ്റി ഇല്ല ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ചേട്ടൻ്റെ നിങ്ങൾ കാണുന്ന ക്വാളിറ്റീസ് എന്നിൽ ചേട്ടൻ്റെ അടുത്ത് ക്വാളിറ്റീസ് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ചേട്ടൻ നല്ല ക്വാളിറ്റി ഉള്ള ആളായിരിക്കാം, ബട്ട് എനിക്കത് കാണണമെന്ന് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമില്ല. അത്രയും ഞാൻ പറഞ്ഞോളൂ, അതെൻ്റെ ചോയ്സാണ്. സോ ഒരു കാര്യം ശ്രമിക്കാതെ എങ്ങനെ പറ്റില്ല? ശ്രമം നടത്തണ്ടേ? അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, ചേട്ടൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ല എന്നോട് ആദ്യമേ വന്ന് മിണ്ടാൻ? അല്ല, ശ്രമിച്ചാൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം, ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതല്ല. ഒരാൾ ശ്രമിക്കുകയാണ്, ഒരാൾ ഇത്രയും ഇതായിട്ട് വരുമ്പോൾ അയാൾ ഏത് തരത്തിലുള്ള ആളാണ്, അല്ലെങ്കിൽ അയാൾ ആ ഒരു ശ്രമം നിത്യമേന പോലും നടത്തിയില്ല എൻ്റെ അടുത്ത്. പക്ഷേ എനിക്ക് ഇത്രയും ഒരാൾ എഫേർട്ട് എടുക്കുമ്പോൾ ഒരു മനുഷ്യത്വപരമായിട്ട് ഒരു ചാൻസ് കൊടുക്കണ്ടേ? ചേട്ടാ, എനിക്കതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന്റെ റീസൺ പറയേണ്ട ആവശ്യമില്ല, അത്രേ ഉള്ളൂ. സോ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. റീസൺ അറിയാൻ അർത്ഥമില്ല, കാരണം ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ റീസൺ, എനിക്ക് നിത്യമേന കേസ് പറ്റിയ അബദ്ധമാണ്. ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ റീസൺ അറിയാൻ അർത്ഥമില്ല. സോ ഇനി മുമ്പോട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് സംസാരിക്കാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു അത് ബെറ്റർ ആയിരിക്കും. നിത്യമേന കേസിൽ അങ്ങനെ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്ത് ആരും ഇല്ല. നിങ്ങളുടെ കേസിൽ എനിക്ക് നമ്പർ കിട്ടിയില്ല. ഓക്കെ, എന്തായാലും ഇത്ര നേരം സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. ലാസ്റ്റ് ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ? ഓക്കെ, കൺക്ലൂഡ് ചെയ്തോളൂ. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും ബോൾഡാണ് നിങ്ങൾ. ഒരു കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞത് നന്നായി. ഈ മനസ്സിൽ ഇങ്ങനെ വളർന്നു പോണ് പെയിൻഫുൾ ആണെങ്കിലും പെയിൻഫുൾ ആണ്, പക്ഷേ ഐ റെസ്പെക്ട് യുവർ ഡിസിഷൻ നേരത്തെ പറഞ്ഞത് നന്നായി. ഓക്കെ.